ഹലോ എവറി വൺ വെൽക്കം ടു സൂപ്പർ ഡോക്ടർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്കൊരു ഓൺലൈൻ ക്ലാസ് എടുക്കാം. നിങ്ങളിപ്പോൾ ഒരു ഫ്രഷർ ആയിക്കോട്ടെ, നിങ്ങൾ ഓൺലൈൻ ടീച്ചിങ് ബിഗിനർ ആയിക്കോട്ടെ, അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല ഓൺലൈൻ ടീച്ചിങ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്കൊരു ബേസിക് ഐഡിയ നമ്മൾ കൊണ്ടുവരും. നമുക്ക് തുടങ്ങിയാലോ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഒരു ക്ലാസ് റൂം സെറ്റ് ചെയ്യണം. ഓൺലൈനായിട്ട് ഒരു ക്ലാസ് റൂം എങ്ങനെ സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അറിയുണ്ടാവും എന്തായാലും നിങ്ങൾക്കൊരു ഡിവൈസ് വേണം അല്ലേ. ഇപ്പോൾ ലാപ്ടോപ്പ് ആയാലും നിങ്ങൾക്കൊരു ഫോൺ ആയാലും അത് കറക്റ്റായിട്ടൊരു സ്റ്റാൻഡിൽ പ്ലേസ് ചെയ്യാൻ നിങ്ങൾ എന്തായാലും ആദ്യം നോക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് വൈഫൈ പോയാൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ ഒരു മൊബൈൽ ഹോട്ട്സ്പോട്ടോ ഒരു ഡാറ്റയോ നിങ്ങൾക്ക് അപ്പം തന്നെ റെഡി ആയിട്ട് ഉണ്ടാവാം. അത് നിങ്ങൾ നോക്കുക. അതേപോലെ ലൈറ്റിംഗ് കറക്റ്റായിട്ടൊരു ലൈറ്റിംഗ് ഉണ്ടാവാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രമല്ല ക്യാമറ ആംഗിൾ, നിങ്ങളുടെ ക്യാമറയുടെ ആംഗിൾ നിങ്ങൾ ഐ ലെവലായിരിക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതേപോലെ ക്വയറ്റായിട്ടൊരു ബാക്ക്ഗ്രൗണ്ടും ഉണ്ടാവണം. മാത്രമല്ല നിങ്ങളുടെ ഡ്രസ്സിങ് പ്രോപ്പറും ആയിരിക്കണം. പിന്നെ വരുന്നത് റൈറ്റ് ആയിട്ടുള്ള ടൂൾസ് ചൂസ് ചെയ്യുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് മീറ്റിംഗ് പ്ലാറ്റ്ഫോംസ് ഒക്കെ ഓൾറെഡി അറിയുന്നുണ്ടാവും. ഇപ്പോൾ ഗൂഗിൾ മീറ്റ് ആയാലും സും ആയാലും മൈക്രോസോഫ്റ്റ് ടീം ഒക്കെ ആയിട്ട് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള ആപ്പുകളാണ് അല്ലേ. അപ്പോൾ ഈ മീറ്റ്, ഗൂഗിൾ, സൂം ഒക്കെ നിങ്ങൾക്കൊരു ക്ലാസ് റൂം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ചും കൂടെ ഞാനിവിടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ടീച്ചേഴ്സിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. എയ്ഡ് ആയിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പവർ പോയിന്റ് പ്രസന്റേഷൻസ് ആയാലും PDF ഡോക്യുമെന്റ്സ് ആയാലും. ഇപ്പോൾ പവർ പോയിന്റ് പ്രസന്റേഷൻസ് ഒക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ഒരു ഗാമ എന്ന് പറയുന്ന ആപ്പ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് PDF യൂസ് ചെയ്ത് ക്ലാസ് എടുക്കാം. മാത്രമല്ല വൈറ്റ് ബോർഡ് ആപ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ജാംബോർഡ് ആയാലും വൈറ്റ് ബോർഡ് .fi ആയാലും മൈക്രോസോഫ്റ്റ് വൈറ്റ് ബോർഡ് ആയാലും ഇങ്ങനത്തെ ആപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാസ് എടുക്കാവുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം ലെസൺസ്. ഡൂം ആയാലും OBS സ്റ്റുഡിയോ ഒക്കെ ആയാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ആപ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ക്ലാസ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ നമ്മൾ ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. നമുക്കൊന്ന് സൂം എന്താണ്, ഗൂഗിൾ മീറ്റ് എന്താണ്, സൂം എന്ന ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ആ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാൻ ആദ്യം സൂമാണ് കാണിക്കാൻ പോകുന്നത്. സൂം ഞാൻ അവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സൂമിൻ്റെ ഇതിൽ നിങ്ങളിവിടെ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ജോയിൻ അല്ലെങ്കിൽ ഹോസ്റ്റ്. അപ്പോഴത്തേനും നിങ്ങളൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകും, നിങ്ങളൊരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഹോസ്റ്റ് തെക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതാണ് നിങ്ങൾ സൂമിനെ കുറിച്ച് അറിയുന്നത്. അതേപോലെ നിങ്ങൾക്കിപ്പോൾ ഗൂഗിൾ മീറ്റിലാണെങ്കിൽ എല്ലാവർക്കും ഗൂഗിൾ മീറ്റ് അറിയുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഗൂഗിൾ മീറ്റിൽ എന്താണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂ മീറ്റിംഗ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ് സെറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഈ മീറ്റിംഗ് തന്നെ നിങ്ങൾക്ക് ഒരു ക്ലാസ് റൂം ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഓൺലൈൻ ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ലൂം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലൂം എന്ന് പറയുന്ന ആപ്പിലും ഇതേപോലെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് വർക്ക് സ്പേസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഈ റെക്കോർഡ് വീഡിയോ കണ്ടിട്ടുണ്ടോ? ഈ ഒരു ഓപ്ഷൻ വെക്കുന്നതിലൂടെ നിങ്ങൾക്ക് ക്ലാസ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടീച്ചിങ് സ്റ്റൈലിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ വെറുതെ ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ അറ്റൻഷൻ കളാവ് ചെയ്യാനും ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ ആയാലും ഫോക്കസ് ഇവിടെ ഇട്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ ടീച്ചിങ് സ്റ്റൈലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്നുവെച്ചാൽ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയാലും ഒരു ഐഡിയ ഇല്ലാതെ ക്ലാസ്സിൽ വന്നിരിക്കുന്ന ആൾക്ക് പോലും നിങ്ങളുടെ ലാംഗ്വേജ് മനസ്സിലാക്കാൻ പറ്റണം. നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടന്റ് വരുന്നവർക്ക് മനസ്സിലാക്കും. അത് നിങ്ങൾ എപ്പോഴും ഉറപ്പ് വരുത്തുക. അതേപോലെ വിഷ്വൽ ആയിട്ടുള്ള എൻഗേജ്മെൻറ്റ്. ഇപ്പം ഞാൻ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റ് സൂമൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു അല്ലേ. ഞാൻ നിങ്ങളെ നോക്കിയിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. എൻ്റെ ഒരു എക്സ്പ്രസീവ് വേയിൽ ഞാനത് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുപോലെ വിഷ്വലി ഒരു എൻഗേജ്മെൻ്റ് ആക്കി കൊണ്ടുവരാം. നിങ്ങളെ സ്ലൈഡ്സ് ഒക്കെ നല്ല ക്ലിയർ ആക്കി നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ട് നിങ്ങളത് എനിക്ക് പറയാൻ നോക്കുക. അതേപോലെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പം നമ്മളൊരു അറ്റൻഷൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ഒരുപാട് അറ്റൻഷൻ പോകാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ അറ്റൻഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നോക്കുക. അവരുടെ പേരെടുത്ത് തന്നെ വിളിക്കാൻ അത്രയും ശ്രമിക്കുക. അതേപോലെ തന്നെ പേഴ്സണൽ കണക്ഷൻ, നിങ്ങൾ പേരെടുത്ത് വിളിക്കും തോറും കുട്ടികളായിട്ട് നിങ്ങൾക്ക് കൂടുതൽ കണക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യുക. നമുക്ക് അതൊന്ന് നോക്കാം. അതേപോലെ അടുത്തത് നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്റ്റുഡൻറ്റ് ഇൻട്രാക്ഷൻ ഉണ്ട് എന്നാണ്. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പേരെടുത്ത് കുട്ടികളെ വിളിക്കുന്നതിൽ നിങ്ങൾക്ക് പേഴ്സണൽ കണക്ഷൻ വരുന്നുണ്ട്. അതേപോലെ അവരുടെ അറ്റൻഷൻ കിട്ടാനും അതൊരു വലിയ കാര്യങ്ങളല്ലേ. അപ്പോൾ ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ അവരുടെ പേരെടുത്ത് തന്നെ വിളിച്ച് ചോദിക്കുക. അതേപോലെ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പേരെടുത്ത് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ തന്നെ അവരോട് റാൻഡംലി ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. കോൾസ് ആൻഡ് ക്വിസസും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്ന് വെച്ചാൽ ക്ലാസ് എടുക്കുമ്പോൾ തീരെ അങ്ങനെ സംസാരിക്കാത്ത കുട്ടികൾക്ക് ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വഴി കോൾസ് ആൻഡ് ക്വിസസ് വഴി നിങ്ങൾക്ക് ആൻസർ കിട്ടും. അതേപോലെ നിങ്ങൾക്ക് അവരോട് ക്യാമറ ഓൺ ആക്കി വെക്കാൻ പറയാം. അപ്പോൾ ക്യാമറ ഓൺ ആക്കി വെക്കുന്നതിലൂടെ കൂടുതലായിട്ട് അവർ അറ്റൻഷൻ കൊടുക്കുക, അവർ ഫോക്കസ് ഇതിലേക്ക് തന്നെ ആയിരിക്കും.
സോ അത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അതേപോലെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് എപ്പോഴും ഉണ്ടാകുന്നതാണ് കോമൺ ആയിട്ട് എന്തായാലും പ്രോബ്ലംസ് ഉണ്ട്. കാരണം നമ്മൾ ഇന്റർനെറ്റിൽ കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കറക്റ്റായിട്ട് ഒരു ഇന്റർനെറ്റ് ഉണ്ടാവണം. അതേപോലെ ഇപ്പോൾ അഥവാ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു മൊബൈൽ ഹോട്ട്സ്പോട്ടോ ഒരു മൊബൈൽ ഡാറ്റയോ എന്തായാലും നിങ്ങൾക്ക് ഒരു സെക്കൻഡറി ഓപ്ഷൻ ആയിട്ട് ഉണ്ടാവണം. അതേപോലെ നിങ്ങൾക്ക് സ്റ്റുഡൻസ് ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യാത്ത സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പോൾസ് ആൻഡ് ക്യൂസസ് വഴി അതിന് റെസ്പോൺസ് ഉണ്ടാക്കാൻ നോക്കുക. മാക്സിമം അതിൻ്റെ പേരൊക്കെ വിളിച്ചൊരു റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചു നോക്കുക. അതേപോലെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ്, ഇപ്പോൾ കുട്ടികൾ ചിലപ്പം മ്യൂട്ട് ചെയ്ത് അവർ അൺമ്യൂട്ട് ചെയ്തൊക്കെ പറയാറുണ്ട്. അപ്പം നിങ്ങൾക്ക് മ്യൂട്ട് ഓൾ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം ജസ്റ്റ് കുട്ടികൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം അവർക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയുന്നൊരു ഫീച്ചറാണത്. അപ്പം അങ്ങനെ നോക്കുക. അത് വെക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആ ബാക്ക്ഗ്രൗണ്ട് നോയ്സും നിങ്ങൾക്ക് ഒഴിവാക്കാം. സോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഓൾ. ഇനി നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞ എന്തെങ്കിലും ഒരു ടൂൾസിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് എക്സ്പ്ലനേഷൻ വേണമെന്നോ അല്ല ഇപ്പം പറഞ്ഞ ടൂൾസ് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടൂൾസിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അത് കമൻസിൽ പറഞ്ഞാൽ മതി. താങ്ക് യു.